നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചതെല്ലാം വിധി. വരുണ് കൊല്ലപ്പെട്ടതും ആശാശരത്ത് അയൽവാസിയായി വന്നതും എല്ലാം ഒരു നിയോഗം. റാണി ഇന്നലെ മൊയിലർച്ചിയും ചോദിച്ചോണ്ടായിരുന്നു, ഇന്ന് എന്താണെന്തോ ശല്യം. മല്ലിപ്പൊടി ഇരിക്കണാടി. അതിപ്പോ തരും. നിങ്ങൾ ഏത് കമ്പനിയാ യൂസ് ചെയ്യുന്നേ? ഞങ്ങൾ ഈസ്റ്റേ. ഞങ്ങൾ പൊടിച്ചാ യൂസ് ചെയ്തോണ്ടിരുന്നേ. വരുൺമോൻ ഉണ്ടായിരുന്നപ്പോ അവൻ പോയി പൊടിച്ചോണ്ട് വരുമായിരുന്നു. അയ്യോ നിങ്ങൾ ടെൻഷൻ ആവണ്ട, നമ്മളൊക്കെ ആ കേസ് പണ്ടേ വിട്ടതല്ലേ. ചേച്ചിയാ വേണമെങ്കിൽ മേഡം എന്നൊക്കെ വിളിക്കാൻ കേട്ടോ. പഴയ IPS അല്ലേ അല്ലേ ജോർജൂട്ടി? ജോർജൂട്ടി തൊട്ടായിരുന്നോ? അയ്യോ ഫിംഗർ പ്രിന്റ്. ഇതാരായി മുറ്റൊക്കെ കുഴിച്ചിട്ടിരിക്കുന്നേ? അത് പെരിച്ചാഴി ഉള്ളതായിരിക്കും. ഏത് ആറടി വീതിയുള്ള കുഴിയാ? നമ്മളൊക്കെ ഈ കേസ് പണ്ടേ വിട്ടതാട്ടോ. CPO സഹദേവൻ വിട്ടു, കമ്മീഷണർ ഗോപി മുരളി വിട്ടു. ആ മതിലിന്റെ അപ്പുറത്തൊരു കമ്മീഷണർ തൊപ്പിയല്ലേ? ഗോപി മുരളി പോ, ഗോപി മുരളി പോ. 8ന്റെ സ്പാനർ ഇരിക്കണ ഇല്ല, ഡ്യൂട്ടി അന്വേഷിക്കൂലേ? അങ്ങനെ നീ അന്വേഷിച്ചിട്ട് എന്തോ ചെയ്യാനാ? വരുണിന്റെ കേസ് വേറെ കൈവഴി ഞാൻ അറിഞ്ഞു. ഇങ്ങനെ ഏതൊക്കെയോ വീട്ടിൽ കയറി മൊബൈൽ എടുത്തെന്നോ പിടിച്ചെന്നോ. അപ്പൊ നമ്മളെ കുടുംബത്തിൽ കയറി ഒരുത്തൻ ചെയ്താലും നമ്മളിങ്ങനെ ചെയ്യുള്ളൂ, തല്ലിക്കൊന്നങ്ങ് കുഴിച്ചു മൂടും. കുഴിച്ചു മൂടിയാ? ഇല്ല. ഇപ്പൊ തെറ്റ് ചെയ്യാത്തവരായിട്ട് ആരാ ഉള്ളേ അല്ലേ? ഞാൻ തന്നെ 2 കൊലപാതകം ചെയ്തിട്ടുണ്ട്. തെറ്റ് ചെയ്താ ഇല്ല. നമ്മൾ ഈ കേസൊന്നും ഇനി കൊത്തിപ്പോക്കാനൊന്നും പോണില്ല. റിട്ടയർമെന്റ് ലൈഫിന് വന്നതല്ലേ നമ്മൾ. അത് മൊബൈലിൽ അറിഞ്ഞിട്ടാണ്. റാണി ഈ വീടും വസ്തുവും കൊടുക്കണാടി. ഒരു പാർട്ടി ചോദിച്ച് ഇന്നണക്ക് നാളെ അഡ്വാൻസ് 6 മാസത്തിനകത്ത് രൊക്കം പൈസ എന്ന് എഴുതാന്ന്.